ഇപ്പോൾ ഫേസ്ബുക്കിൽ നമ്മൾ സ്റ്റോറിയൊക്കെ ഹൈലൈറ്റ്സിലോട്ട് ആഡ് ചെയ്യാറുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോറി മാത്രമല്ല നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോസും ഹൈലൈറ്റ്സിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ്ബുക്കിൽ എങ്ങനെ ഗാലറിയിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഹൈലൈറ്റ് സെക്ഷനിലോട്ട് ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ 3 ലൈൻസ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പ്രൊഫൈൽ ഇവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഓൾറെഡി ഹൈലൈറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹൈലൈറ്റ്സിൻ്റെ സൈഡിലായിട്ട് ആഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഹൈലൈറ്റ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എഡിറ്റ് പബ്ലിക് ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുക. താഴത്തോട്ട് സ്ക്രോൾ ചെയ്താൽ ഹൈലൈറ്റ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൻ്റെ താഴെ ട്രൈ ഇറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ നമുക്ക് ക്യാമറ റോൾ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ സെലക്ട് ഓൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയിൽ നമ്മൾ എത്തുന്നതായിരിക്കും. ഗാലറിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരു എക്സാമ്പിളിന് ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ടൈറ്റിൽ കൊടുക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാനൊരു ടൈറ്റിൽ കൊടുക്കുകയാണ്. ഇനി കവർ ഫോട്ടോ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിന് ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയിൽ എത്തുന്നതായിരിക്കും. അവിടുന്ന് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാം. ഇനി കൂടുതൽ ഫോട്ടോസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് മോറിൽ ക്ലിക്ക് ചെയ്താലും മതി. എന്തായാലും സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹൈലൈറ്റ് സേവ് ആവുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ പ്രൊഫൈലിൽ വന്ന് നോക്കിയാൽ ആ ഒരു ഹൈലൈറ്റ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഓൾറെഡി ഹൈലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ന്യൂ എന്നുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താലും നമ്മൾ ഈ ഒരു പേജിൽ എത്തുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫേസ്ബുക്കിൽ ഗാലറിയിലുള്ള ഫോട്ടോസ് ഹൈലൈറ്റ്സിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.